3000 കോടി ആസ്തിയുള്ള ഒരു വലിയ കുടുംബം. ഈ കുടുംബത്തിലെ മേജർ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തീറ്റ തീറ്റ തീറ്റ. തീറ്റ തീറ്റ തീറ്റ. ഇതാണ് ഈ കുടുംബത്തിന്റെ മഹിമ. ഗുണ്ട ഏതാ കിണ്ടി ഏതാന്ന് അറിയാത്ത 3000 കോടിയല്ലേ, 300 കോടിയേ ഉള്ളൂ. ഗുണ്ട ഏതാ കിണ്ടി ഏതാന്ന് അറിയാത്ത 300 കോടി ആസ്തിയുള്ള ബിസിനസ് മാൻ അവർ ആഘോഷത്തിലാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടർ ഗുണ്ട് മറ്റേ ഓലപ്പടക്കം പൊട്ടിക്കുന്ന ഒരാൾ കൈവച്ച് പൊട്ടിക്കാൻ നോക്കുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉള്ള അമൃതയാണ് അത് കയ്യിൽ നിന്ന് മേടിച്ച് എറിഞ്ഞു കളയാൻ നോക്കുന്നത്. എറിഞ്ഞു കളയുന്നില്ല, അത് കൈ വെച്ച് പൊട്ടിച്ച് ഭംഗിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിലെ ഫണ്ണ്. ഈ ഫണ്ണിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിലും വലിയ ഫണ്ണുണ്ട്. 4 നേരം തീറ്റ കണക്ക്, താളിച്ച മോര്, പിന്നെ ലഷ്കറി കാറ്, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നമുക്ക് ഇതിനകത്ത് റിയാക്ട് ചെയ്യാൻ. എന്താണെങ്കിലും സീരിയൽ റിയാക്ഷൻ പാർട്ട് 4 or 5 ആണെന്ന് തോന്നുന്നു. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറെ നാളായി സീരിയൽ റിയാക്ട് ചെയ്തിട്ട്. ഐനോ എന്താണെങ്കിലും ശരി, നമുക്ക് സിംഗപ്പൂരിൽ അടിച്ചു പൊളിക്കാം. അധികം സാരി ഒന്നും എടുത്തു വെക്കണ്ട. അവിടുത്തെ സ്റ്റൈൽ ഡ്രസ് അത് അവിടെ തന്നെ വാങ്ങാം. അല്പം മോഡേൺ ആയിക്കോട്ടെ. ഈ മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഡ്രസ്സാണ് അവിടെ കോമൺ. അപ്പൊ നിനക്ക് വീട്ടില് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അയ്യേ, ഞാനൊന്നും ഇടില്ല, എനിക്ക് വേണോ? നാണം മാറാനാ നമ്മൾ സിംഗപ്പൂർ പോകുന്നത്. എന്താ ഒരു മോഡേൺ ഫാമിലി. നാണം മാറ്റി സിംഗപ്പൂർ പോവേ? എന്താ ഇവിടെ വെച്ച് മാറ്റണം? എന്താടാ നാണം വന്നോ? അയ്യോ, തൊലി ഉരിയാണ് എന്റെ. കള്ളക്കടയാടി. ഞങ്ങളൊക്കെ ഇത് ശീലിച്ചു പോയി. ഏടത്തി ധൈര്യമായിട്ട് കൈകൊണ്ടെടുത്ത് കഴിച്ചു. എന്താണ് നീ ശീലിച്ചത്? നീ ഫോർക്ക സ്പൂൺ വെച്ച് കഴിക്കുന്നതാണോ നീ ശീലിച്ചത്? ഇതിലിത്ര ശീലിക്കാൻ മാത്രം എന്നാ ഉള്ളത്? ഈ നൂഡിൽസ് തിന്നാൻ. അയ്യോ പാവം, അവൾക്ക് കഴിക്കാൻ അറിയില്ലത്. ഇത് മറ്റേ സിനിമയ്ക്കകത്ത് കൊച്ചിങ്ങനെ പക്ഷെ അടി വലിച്ച് കയറത്തില്ല വായി വെച്ചിട്ട്. ഒരു പക്ഷെ ഇത് പിഴിഞ്ഞു തിന്നേണ്ടതായിരിക്കോ? ആ വലിയ പണക്കാരല്ലേ ഊട്ടിന്ന് കൊടക്കനാലിന്ന് കൊണ്ടുവന്ന ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്നാ തോന്നണേ. ഹായ്, കാണാതായെന്ന് ചട്ടി തിരിച്ചു കിട്ടിയടാ. അല്ല, 5 സ്റ്റാർ ഹോട്ടലാണോ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? എടാ വീട്ടിലുള്ള സെറ്റപ്പിടാ. ഇതാണോടാ മോനെ 5 സ്റ്റാർ ഹോട്ടൽ? ഇത് ഏതോ വീടിനകത്ത് സെറ്റിട്ട് വെച്ചേക്കുമല്ലേ? എടാ ഇത് വീട്ടിലാണ് സെറ്റപ്പ്. ഓക്കെ, ഇതിന് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, കാണുന്നവർക്ക് മനസ്സിലാവും. അവര് പിന്നെ കോടികൾ ബിസിനസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ കഴിക്കുള്ളൂ. വീട് പോലെ ഇരിക്കുന്ന 5 സ്റ്റാർ ഹോട്ടൽ വീട്ടിലൂടെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് 5 സ്റ്റാർ ഹോട്ടൽ. ഞങ്ങളിത് ശീലിച്ചു പോയി. തൊലി. ഇതൊക്കെ കഴുകി വെക്കണ്ടേ? അതൊക്കെ അവര് ചെയ്തോളും. ഇതൊക്കെ കഴുകാൻ നിന്നാലേ അവരുടെ പണിക്ക് പിടിച്ച് നിർത്തും. വാ, വന്ന് കൈ കഴുകുക. യാ മോളെ, യജാതി എളിമ. അതെന്തിനാ ഈ അനാവശ്യ BGM ഒക്കെ ഇട്ട് വെച്ചേക്കുന്നേ? ഒരു പാക്കറ്റ് മാഗി തിന്നാൻ പോകുന്ന ഇമാതിരി എക്സ്പ്രഷനോ? ഓഡിഷനൊക്കെ നടത്തി സെലക്ട് ചെയ്ത മരുമകളുടെ പെർഫോമൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇത്രയും കോടികൾ ആസ്തിയുള്ള ഈ കുടുംബം ആയതുകൊണ്ട് അവരെല്ലാ കാര്യം ഭയങ്കര കൃത്യനിഷ്ഠ പോലെ ചെയ്യുന്നു എന്നാണ് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഭക്ഷണങ്ങൾ കറക്റ്റായിരിക്കണം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിരിക്കണം, വീട്ടിൽ അച്ചടക്കം ഉണ്ടായിരിക്കണം, മറ്റതാണ് മറിച്ചതാണ്. തൊലി. എന്തിനു കൂടുതൽ പറയുന്നു? സ്വന്തം മകന്റെ കല്യാണത്തിന് പെണ്ണിനെ കണ്ടുപിടിക്കുന്ന ഒരു ഓഡിഷൻ സെറ്റപ്പിലാണ്.
അങ്ങനെ ഉർമിള എന്ന ഈ തള്ള ഭയങ്കര ഓഡിഷനൊക്കെ നടത്തി ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത പെണ്ണിന്റെ കഴിവുകൾ നമ്മൾ കാണാൻ പോവുകയാണ്. പണ്ട് ഈ സീരിയൽ കണ്ട് കരഞ്ഞ് മെഴുകിയ കുറെ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ അവർക്കൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആയിക്കോട്ടെ ഈ ഒരു സീരിയൽ. നിങ്ങൾ എന്തിനാണ് കരഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നണം. ഓക്കെ. ഇത് ഇളയവൻ അഭിഷേകിന്റെ ഭാര്യ വർഷ. ആഹാ, ഇത് അർജുന്റെ ഭാര്യ അമൃത. അതിനവൻ ഖേദിക്കുന്നു. അയ്യോ അയ്യോ, നിങ്ങൾക്ക് തെറ്റിയല്ലോ. എന്താ ഊർമിളെ മരുമോൾക്ക് ഒരു ആഭരണം പോലും വാങ്ങി കൊടുക്കാത്തത്? ഓ, നിന്റെ അടുത്ത് പിന്നെ കാണാൻ മാത്രമുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയൻസിലാണ് അവൾ അപ്പം വർക്ക് ചെയ്യുന്നത്. ഒരു ആഭരണം പോലും വാങ്ങി കൊടുക്കാത്തത്? നമ്മളിത് ഓൾറെഡി റിയാക്ട് ചെയ്തൊരു സംഭവം. എന്തരാട്ടെ, നാൻ വരുന്നു. എന്താ നോക്കി ഗർഭം ഉണ്ടാക്കണ? ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കും. മിക്കവാറും. ഇത്രയും ആക്രാന്തം എന്തിനാ? ഇതിനായിരുന്നു 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 പിന്നെ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? സോറി, ആരാ കുക്കർ അടുപ്പ് വെച്ചത്? ആറാ കുക്കറിൽ അടുപ്പിച്ചത്? അടുപ്പിച്ചു അടുപ്പിൽ വെച്ച ആരാടാ? ഞാനാ കുക്കർ അടുപ്പി വെച്ചത്. കുക്കറിലുണ്ടായിരുന്ന കടല എവിടെ പോയി? എവിടെ പോയി? അതെനിക്കറിയില്ല. നുണ പറയവൾ. അമ്മ ഇതിൽ ഇടപെടരുത്. കോടികൾ ബിസിനസ്സുള്ള ഈ കുടുംബത്തിൽ ഇത്ര ചെറിയ കാര്യങ്ങൾ അല്ല ഇത്ര വലിയ കാര്യങ്ങളൊന്നും അമ്മ ഇടപെടരുത്. എനിക്കറിയണം, കടലില്ലാതെയാണ് ഇവിടെ കുക്കർ വെച്ചത്. തീറ്റ തീറ്റ തീറ്റ. അങ്ങനെയെങ്കിൽ അത് മാറ്റേണ്ട കാര്യം എന്താ? അതിന്റെ ആവശ്യം എന്താ? തീറ്റപ്പണ്ടാരങ്ങള്. എന്താ നിന്റെ ഉദ്ദേശം? ഈ തീറ്റപ്പണ്ടാരങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കണം. ഞാൻ കടലിട്ട കുക്കറി വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്കിൽ അത് എവിടെ പോയി? കടല പേടിച്ച് ചത്തുപോയടാ. അതെനിക്കറിയില്ല. കൂടുതൽ വിസിലടിച്ചപ്പോ ആവിയായി പോയി കാണും. എന്തെല്ലാം വിഷയങ്ങളുണ്ട് സംസാരിക്കാൻ. അല്ല, എന്റെ മ്യൂസിക് സിസ്റ്റം എങ്ങനെയുണ്ട്? വണ്ടർഫുൾ അച്ഛാ. വണ്ടർഫുൾ അച്ഛാ. ആരാന്ന് മനസ്സിലായത്? നമ്മുടെ ഷവോമി. അത് തന്നെ അല്ലേ? അതാണത്. അർജുനനി ഓഫീസ് എന്നുള്ള മന്ത്രം കുറച്ചാണ് മാറ്റിവെച്ച് ഷൗമി. അർജുൻ, നീ ശബ്ദത്തിൽ കുറയ്ക്കേ. ഗാനമേളക്കാരുടെ ശബ്ദമലിനീകരണം പോലെയാണല്ലോ. ഇതാണ് കുമാരുടെ കോടികൾ വിലയുള്ള ലക്ഷറി കാർ എർട്ടിക. എന്നെ പറയണം. പാട്ട് പൊളിഞ്ഞാലും സൗണ്ട് രക്ഷപ്പെടുത്തിക്കും. അതാണ് ശബ്ദം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. എങ്ങനെയുണ്ട് കാറ്? തൊലിഞ്ഞിരിക്കുന്നു. സൂപ്പർ. ഇത് ഹോണ്ട എർട്ടിക അല്ല കേട്ടോ, ഹോണ്ട. അർജുന്റെ സെലക്ഷൻ അല്ലേ, ഇത് മോശമാകാൻ വഴിയില്ലല്ലോ. നിങ്ങളുടെ സെലക്ഷൻ ഞാൻ കുറച്ചു മുമ്പ് കണ്ടായിരുന്നു. സെലക്ഷനിൽ അമ്മയ്ക്കല്ലേ ഒന്നാം റാങ്ക്. അതെങ്ങനെ? നിങ്ങളുടെ സെലക്ഷൻ ഞാനിപ്പോ കാണിച്ചു തരാം. ഇതാണ് ഇവരെ സെലക്ട് ചെയ്തത്. അമ്മയുടെ സെലക്ഷനല്ലേ അടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സെലക്ഷൻ ഉഗ്ര സെലക്ഷൻ അല്ലേ? കടല കാണുന്നില്ല, മോര് കാണുന്നില്ല, ലാപ്ടോപ്പ് കഴുകി വെക്കുക തുടങ്ങിയ എന്തൊക്കെയോ മാനസിക രോഗമുള്ള പെണ്ണിനെയാണ് അമ്മ സെലക്ട് ചെയ്തത് മകന് വേണ്ടി. അത് കേട്ട് നാണിക്കുന്നു. ഫുൾ A+. അങ്ങനെ ഇനി ഇവിടെ ഒരു മത്സരം വേണ്ട. എന്താ? അതെന്താ? 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫ് വന്നാലും അമൃതയെ തോപ്പിക്കാൻ കഴിയില്ല.
ഈ മുക്കിത്തൂർ എക്സ്പ്രഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ ബിരിയാണി ഉണ്ടാക്കുന്നു. പപ്പടം പൊരിച്ചതിനാണ്. പപ്പട മുട്ട ഏതാണ്ടൊക്കെ പൊരിച്ചതിനാണ് ഈ ആവശ്യമില്ലാത്ത ഷോ കാണിക്കുന്നത്. അമൃത, നീ മത്സരത്തിൽ ജയിച്ചു. മത്സര എന്നതാണ് നിങ്ങൾ കുക്കറി ഷോ നടത്തുന്ന അവിടെ? മോളടുത്തേക്ക് വാ. ഇത്ര അസൂയയും കുശുമ്പും കുന്നായ്മയുള്ള ഒരു കുടുംബം കേരളത്തിലില്ല. ഇത് കണ്ടിട്ട് ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ നോക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് ശരിയെന്നും പറഞ്ഞു. ആ മെന്റാലിറ്റി ഉള്ളവരാണ് പണ്ട് ഇത് കണ്ട് കരഞ്ഞോണ്ടിരുന്നവര്. തിന്ന തൂറ. നിങ്ങളൊന്ന് ആലോചിക്കും, 3000 കോടി ആസ്തിയുള്ള ഏതെങ്കിലും കുടുംബം സ്വന്തം വീട്ടിലുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കും. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ തിരക്കുണ്ടാവും. ഇവിടെ വീടിനകത്ത് മത്സരിക്കുന്നു. ഇനി ഇവിടെ ഒരു മത്സരം വേണ്ട. ഏട്ടൻ ഊണ് കഴിച്ചോ? ഇല്ല. വല്യമ്മേ, വല്യമ്മേ. അമ്പമ്പോ ഊണായില്ലേ? ആയി വരുന്നു. ദേശായ കുടുംബത്തിലേക്ക് വന്നു കയറി കഴിഞ്ഞാൽ അമൃത വെറും എലി. ഈ കുടുംബത്തിലാണെങ്കിൽ അമൃത പുലി. ഉടനെ ആവും. ആയാലുടനെ ഇല്ലിട്ടുള്ളൂ. ഓ ശരി. യജ്ജാതി ഓന്ത്. ഇതൻ കട്ടളേ കട്ടളേ തൻ ശാസനേ. താളിച്ച മോര്, കെട്ട മോര്, കടല കാണുന്നില്ല. എന്താ നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു കൊണ്ടുവന്നാണോ? തീറ്റയുടെ പേരുള്ള 3ാമത്തെ അടി. മുത്തശ്ശി, കെട്ട മോരായത്. കടല കാണുന്നില്ല, താളിച്ച മോര്, കെട്ട മോര്. കെട്ട മോരായത്. അയ്യോ മുത്തശ്ശി, എന്താണോ മുത്തശ്ശിക്ക് നിന്നേലും ഞാൻ വേറെ ഉണ്ടാക്കി തരാം. മുത്തശ്ശിക്ക് നിന്നേലും പ്രായക്കുറവാണല്ലോ. മതി, നിന്റെ സേവനം എനിക്ക് മതിയായി. മുത്തശ്ശി പറഞ്ഞ കേട്ടാ, മതി നീ തൊലിച്ചു തന്നു. പെട്ടിയുടെ കാര്യത്തിൽ നിന്റെ മാർക്ക് പൂജയായി. മുത്തശ്ശി, പോ എന്റെ മുമ്പിന്ന്. പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യമല്ലേ? ദേശായ കുടുംബത്തിനകത്ത് ഹോട്ടൽ മാനേജ് പഠിച്ചോണ്ടിരിക്കുകയാണ്. തോറ്റുപോയി. അപ്പോ മൊബൈൽ ഫോണോ? അല്ല, വായി നല്ല വരുന്നുണ്ട്. ഇതെന്തിനാ എനിക്ക്? ഇതും ഇക്കാലത്ത് ഫോൺ ഉപയോഗിക്കാത്ത വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ചില മന്ത്രിമാര്, പിന്നെ പ്രിയപ്പെട്ട നടൻ ജഗതി ശ്രീകുമാർ. നീ അവരെ പോലെ വലിയ ആളൊന്നും വേണ്ട. അപ്പൊ നിങ്ങളോ ചെറിയ ആൾക്കാരാ? അങ്ങനെ കൊച്ചാക്കല്ലടാ നീ നിങ്ങളെ. ഇപ്പോ തനിക്ക് ഈ ഫോണിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഓഫീസിലിരിക്കുമ്പോ തന്നെ കുറിച്ച് ആലോചിക്കും. തന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ കൊതിക്കും. ശരിക്കും അമൃതയേക്കാൾ കൂടുതൽ മൂഡ് സിങ്സ് ഉള്ള ഒരാളാണ് അമൃതയുടെ ഈ ഹസ്ബൻഡ്. ചില സമയത്ത് ഇവൻ ഇവിടെ മെക്കിട്ട് കയറും, ചില സമയത്ത് ഇവൻ ഇനിയിപ്പോ ഇതിൽ വിളിക്കാലോ, തെറി വിളിക്കാം. അയ്യോ, ഇവന്റെ റൊമാൻസ് ഉണ്ടല്ലോ. ഞാനൊരു സമ്മാനം പ്രഖ്യാപിക്കുന്നു പറഞ്ഞിരുന്നില്ല. അതെ, ആർക്കാ സമ്മാനം അറിയണ്ടേ? ഇതാരാ ഇടയ്ക്ക് നിൽക്കുന്നേ? ഷവോമി. നമ്മുടെ അർജുന് ഇജ്ജാതി അവന് ലേറ്റസ്റ്റ് ലക്ഷറി കാർ. അർജുൻ, എടാ, ഹീറോ ഹോണ്ട പാഷൻ പ്രോ ബൈക്കിന്റെ താക്കോലല്ലേ അത്? എടാ, ബൈക്കിന്റെ താക്കോലൊക്കെ എങ്ങനെയല്ലടാ ഇരിക്കുന്നത്? ഇതെന്റെ ബൈക്കിന്റെ താക്കോല്. ഇത് ബൈക്കിന്റെ താക്കോലല്ലേ? ബൈക്കിന്റെ കീ വെച്ചാണ് ഇവര് കാർ സ്റ്റാർട്ട് ആക്കുന്നത്. അത് നീ എന്തിനാ ഇത്ര നാണിക്കുന്നേ? അത് ലക്ഷറി കാർ, എർട്ടിക. എവിടുന്ന് വരുന്നത്? ലക്ഷറി കാറിന് കാണും, ലക്ഷറി കാർ. അന്നാ എന്നൊരു സെലിബ്രേഷൻ താളിച്ച മോര് വെച്ച്. നമ്മുടെ കമ്പനിയിൽ എക്സ്പോർട്ടിംഗ് 200% വർദ്ധിപ്പിച്ചു. ഗ്രേറ്റ് ഡെവലപ്മെന്റ് ആണത്. ഇവന്റെ ഹാർഡ് വർക്ക് കൊണ്ട് നേടിയതാണ്. എനിക്ക്
ഒരു പിൻഗാമിയെ കിട്ടിയിരിക്കുന്നു. ആഹാ, എന്നാ അവനെ പിടിച്ച് മുന്നിൽ നിർത്ത്. അർജുൻ, you did a great job. പ്ലാ, പ്ലാ, പ്ലാ. എനിക്ക് പേടിയുള്ളൂ. ഒന്നുമില്ല ഏട്ടാ. കണ്ണടച്ച് എന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചോ. ഒന്നും പറ്റില്ല. ഞാനല്ലേ പറയുന്നത്. ആ, എന്തൊന്ന് ഒന്നും കാണാൻ പോലും പറ്റത്തില്ല അവർക്ക് നിങ്ങള സാരി എടുത്തോണ്ട് പാരാഗ്ലൈഡ് ചെയ്യുന്നു. കണ്ണു തുറന്നോണ്ട് ഭയപ്പെടണ്ട. ഞാൻ എന്റെ കൂടെ. ഏറെ നിന്നുകൊണ്ട് തന്നെ വീണ്ടും കയറിലേക്ക് ഞാൻ താഴെ പോയിട്ട് നിങ്ങളെ വിട്ടുകൊടുക്കില്ല. ഒന്ന് വിടറാ. വർഷം എന്തെങ്കിലും പറയാ ഈ അവരാതൊന്ന് കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പോവായിരുന്നു. സമുദ്രയ്ക്ക് തല ചുറ്റുന്നു. എന്തിനു പേടിക്കുന്നു? Have received many proposals from all over India. വീണ്ടും തട്ടുകട സെറ്റപ്പ്. Finally, we have selected a company. The name which I'll reveal in a while. In a while. മദാമയ്ക്ക് 350 ചായയും കൊടുത്തു വിട്ടു. The order goes to. ഒന്നും അറിയാത്തവരെ നിൽക്കാം. പണ്ട് ഇതൊക്കെ കാണുമ്പോൾ വലിയ മീറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് തോന്നുമായിരുന്നു. ഇപ്പൊ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും വീട്ടിലുള്ള സെറ്റപ്പ്. Desai Group of Companies. Desai Group of Companies. നീ കരഞ്ഞ മെഴുക അവിടെ. ഒരു മൾട്ടിനാഷണൽ എഫക്റ്റ്. ഇന്ന് താളിച്ച മോര് കൊണ്ടൊരു ആഘോഷം. കെട്ട മോരായത്. കണ്ടാ അറിയാ പൊറാട്ട നാടകമാണെന്ന്. സ്റ്റാൻഡപ്പ്. ഹൈറ്റ് എത്രയാ? 5.4. Remove your chappal. ഇങ്ങനെയാണ് പുള്ളിക്കാരി മകന് വേണ്ടി മരുമകളെ തിരഞ്ഞെടുത്തത്. എന്നിട്ട് കിട്ടിയത് ഏത് മോയം തന്നെയാ? സിറ്റ് ഡൗൺ. ഇതും നമ്മള് ഇത്രയും സെലക്ഷൻ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും മകൻ വലിയ സെറ്റപ്പാണ്. ഇതുപോലത്തെ ഒരു മരമുണ്ടയ്ക്ക് വേണ്ടിയാണ് ഇത്രയും വലിയ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. കഴുത്തിലൊക്കെ നോക്കി. കഴുത്തിൽ കോടികളുടെ മാല, മറ്റേ സോഡാക്കുപ്പിയുടെ അടപ്പനെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച് പരത്തി നമ്മളൊരു പമ്പർ ഉണ്ടായി കളിക്കായിരുന്നു, അറിയാവോ? അതുപോലെ ഉണ്ട് കണ്ടിട്ട്. കുറച്ചുകൂടെ നടക്ക്. കൈയും കാലും ഒക്കെ ശരിയായ അളവിൽ തന്നെ ഉണ്ടോന്ന് അറിയണമല്ലോ. നടക്ക്. ഈ സീരിയലിൽ രക്ഷപ്പെട്ടു പോയ ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും വർഷയായിരിക്കും. അല്ല, അത് ഈ പെൺകുട്ടിയാ. ഇവളെ കുടുംബത്തിലേക്ക് എടുത്തില്ലല്ലോ. കൈ വീശി നടക്ക്. ഒന്ന് ആലോചിച്ചൊക്കെ എന്ത് വലിയ അപരാധമാണ് അന്നൊക്കെ കണ്ടോണ്ടിരുന്നത്. ഇതൊന്നുമല്ല, ഇതിലും വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേ 5 ഫിംഗേഴ്സ്, മിഡിൽ ഫിംഗേഴ്സ്, അങ്ങനെ കുറെ എണ്ണങ്ങൾ. ഇതൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ നമ്മുടെ റിയാക്ഷൻ. ഇതിന്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. ഇതിലും വലിയ റിയാക്ഷൻ സീരീസ് ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.